നന്നായി പ്രാക്ടീസ് ചെയ്യണം, നന്നായി കളിക്കാൻ വരണം, നന്നായി വർക്കൗട്ട് ചെയ്യണം. പിന്നെ മാനസികം നമുക്ക് താല്പര്യം വേണം. ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഉമ്മാൻ്റെ താല്പര്യത്തിലല്ല ഇതിന് വരേണ്ടത്, നമുക്ക് വരണം താല്പര്യം. എനിക്ക് കളിക്കാരനാവണമെന്ന് ആർക്ക് തോന്നണം? ഓരോ കളിക്കാർക്കും തോന്നണം, ഓരോരുത്തർക്കും തോന്നണം. അപ്പം മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നമുക്ക് കളിക്കാരനാകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ഇന്നോ നാളെ വന്നിട്ട് മറ്റന്നാൾ പിന്നെ ഇനി വേറെ നോക്കാം, ഇനിയിപ്പോൾ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുക, അതല്ല, സ്ഥിരമായിട്ട് വരിക. അപ്പോൾ അതിന് നിങ്ങൾക്ക് തന്നെ മാറ്റം വരും. അത് നിങ്ങളെക്കാൾ കൂടുതൽ ഇതിൻ്റെ മാറ്റം ആർക്കാണ് മനസ്സിലാവുക? നിങ്ങളൊപ്പം കളിക്കണ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നന്നായി കളിക്കുന്നുണ്ടെന്ന് നമുക്കറിയോ, നമ്മൾ നന്നായി കളിക്കുന്നുണ്ടോയെന്ന്? നമുക്ക് നന്നായി കളിക്കുന്നതും നമ്മളെ പോരായ്മകളും ഏറ്റവും കൂടുതൽ ആർക്കാണ് മനസ്സിലാവുക? മറ്റുള്ളവർക്ക് മനസ്സിലാവുക. നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്, ഞാൻ നല്ല സ്വഭാവമാണോ, എൻ്റെ മോശപ്പെട്ട സ്വഭാവമാണോ, അതൊക്കെ ആർക്കാണ് മനസ്സിലാവുക? അതുപോലെ തന്നെയാണ് നമ്മളെ എന്നും വന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുക, വളർച്ച ഉണ്ടാവുക. നമുക്കൊരു കോച്ചിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ പോരായ്മകൾ എന്ത് ചെയ്യും, കോച്ച് ചൂണ്ടിക്കാണിക്കും. ഇന്ന് തന്നെ പ്രശ്നങ്ങൾ, ഡ്രിബിൾ ചെയ്യുമ്പോൾ ബോൾ നമുക്ക് നോക്കുകയാണ്, ഇല്ലെങ്കിൽ അടിക്കണ ഇത് ശരിയല്ല, അങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യും. നമ്മൾ ചിലപ്പോൾ ഞാൻ സൂപ്പറാണ്, ഞാൻ നന്നായി കളിക്കേണ്ടത് തോന്നുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ടാവും. അതൊക്കെ ആരാണ് തിരുത്തേണ്ട ആൾക്കാർ? ഒരു കോച്ചാണ്. അപ്പോൾ ഒരു കോച്ചിൻ്റെ കീഴിൽ വർക്ക് ചെയ്താൽ മാത്രമുള്ള എന്തുണ്ടാവുക, നമുക്ക് നമ്മളെ തെറ്റും മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് അതുമ്മ വർക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എത്ര പ്രശ്നങ്ങൾ, കല്യാണം ഉണ്ടാവും, വിരുന്നുണ്ടാവും, ഉമ്മാൻ്റെ ഒപ്പം പോയിട്ടുണ്ടാവും, പക്ഷേ ക്യാമ്പുള്ള സമയത്ത് എന്ത് ചെയ്യുക, ക്യാമ്പ് 4 മണിക്കെന്ന് കോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 3:45 എത്തുക, ഫുൾ കിറ്റ് ചെയ്തിട്ട് 4 മണിയുടെ ഉള്ളിൽ ഗ്രൗണ്ടിൽ ഇറങ്ങുക. പിന്നെ 4:30 4:45 അല്ല വരേണ്ടത്. സ്കൂളിൽ നമ്മൾ അങ്ങനെയാണ് എത്തുക, 9 മണിക്ക് ക്ലാസ് പറഞ്ഞാൽ 10 മണിക്കാണ് എത്തുക. അപ്പോൾ നമ്മളെങ്ങനെയാണോ എന്തിനോടും എങ്ങനെയാണ് ചെല്ലണത്, അതുപോലെ തന്നെ ഇതിനോടും നമ്മൾ 100% നീതി പുലർത്തിയിട്ട് 4 മണിക്ക് എന്ന് പറഞ്ഞാൽ കൃത്യം 4 മണിക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങുക, നേരത്തെ വരിക, നേരത്തെ ഭക്ഷണം കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക. പിന്നെ ഒരുപാട് ഇപ്പം ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഒരുപാട് തെറ്റുകളിൽ പോകുന്നുണ്ട്. ബീഡി, കഞ്ചാവ്, മറ്റേത് മറിച്ച് ഒരുപാട് നമ്മൾ ചെല്ലുന്ന ചില ആളുകൾ നമ്മളെ പെടുത്തും. പക്ഷെ പെടരുത്. നമ്മളെന്ത് ചെയ്യണം, നമുക്ക് നന്നാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു കോച്ചിനോ ക്ലബിനോ ആർക്കും കിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് നമുക്ക് മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഞാൻ കോച്ച് പറയണ പോലെ കൃത്യം സമയത്ത് എത്തുക, നന്നായി വർക്ക് ചെയ്യുക, നന്നായി വെള്ളം കുടിക്കുക, നന്നായി ഉറങ്ങുക, നന്നായി ഭക്ഷണം കഴിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.